സേഫ്റ്റി കൊണ്ട് നല്ല സേഫ്റ്റിയിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ചെറിയ ബഡ്ജറ്റുള്ള ഒരു വാഹനമാണ്, കണ്ണുമുട്ടി എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് അല്ലേ? ഒരു ചെറിയ സെഗ്മെന്റ് വണ്ടിയിൽ CVT ഇറങ്ങിയ വണ്ടി ഇത് മാത്രമാണ്. ഓക്കെ. അപ്പോൾ സ്മൂത്ത് ഡ്രൈവ് ആയിരിക്കും, പുറകോട്ട് പോകുന്ന പ്രശ്നങ്ങളോ കേരളത്തിന് പുറകോട്ട് ഇറങ്ങിപ്പോവോ അങ്ങനത്തെ ഒരു പ്രശ്നം പേടിക്കേണ്ട. 45,000 2017 മോഡൽ. ഓക്കെ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല, നീറ്റ് വണ്ടി. 4 ടയേഴ്സ് കാര്യങ്ങളൊക്കെ പുതിയ തന്നെ, വളരെ കുറവാണ്, വളരെ കുറവ്. ഏവറേജ് ഒരു 17-18 റേഞ്ചിൽ നമുക്ക് മൈലേജ് കാര്യങ്ങളുണ്ടാവും. ലോങ്ങിൽ 20 റേഞ്ചിലേക്ക് നമ്മളെ 2 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ വണ്ടിക്ക് അവൈലബിൾ ഉണ്ടാവും. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. ടോപ്പ് എൻഡ്. എത്ര കൊടുക്കാം? 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി കാറ്, അതും വാറണ്ടിയുള്ള കാറ് സ്വന്തമാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതും എടുത്തിട്ട് നമുക്ക് മസനക്കുടി വഴി ഊട്ടിക്ക് വിട്ടാലോ? അടിപൊളിയാവില്ലേ? അങ്ങനത്തെ ഒരുപാട് കാറുകളുള്ള ഒരു സ്റ്റോക്കുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. വന്നിരിക്കുന്ന ഷോറൂം കോഴിക്കോട് കാർ സോൺ കാർ ആൻഡ് ബൈക്കാണ്. കോഴിക്കോട് വെസ്റ്റിൽ അത്താണിക്കലാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞാൽ അഭിനവിനെ സ്വാഗതം ചെയ്യാം. ഹായ് അഭിനവേ, സുഖമല്ലേ? സുഖം. ഓക്കെ. നമ്മൾ ഇന്നത്തെ സെഗ്മെന്റിൽ ഹാഷ് ബാക്ക് SUV സെഗ്മെന്റ് ഒക്കെ ഉണ്ടോ? എല്ലാം കാണിക്കും. നമുക്ക് 7 സീറ്റർ വരെ കാണിക്കുന്നുണ്ട്. 7 സീറ്റർ വരെ കാണിക്കും. എന്തെങ്കിലും നിങ്ങളുടെ സ്കീം നടക്കുന്നുണ്ടോ ഇപ്പോൾ? നമുക്ക് സ്കീമായിട്ട് അനൗൺസ് ആയിട്ടില്ല. നമുക്ക് നോർമലി നമ്മളെ വാറണ്ടി, പിന്നെ ഒരു വർത്തർ ജർമ്മൻ കമ്പനി പോളിഷ് കൊടുക്കുന്നുണ്ട്. പോളിഷ്. പിന്നെ നമ്മളെ ജനറൽഷൊക്കെ വെള്ളം വെച്ച് വണ്ടി നീറ്റായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഇപ്പം നിലവിൽ വന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഓഫേഴ്സ് വരികയാണെങ്കിൽ ഇപ്പോൾ എടുക്കുന്ന കസ്റ്റമേഴ്സിന് അത് കിട്ടും. അങ്ങനെയാണ് ഇപ്പം നിലവിൽ കിട്ടിയത്. ഓഫേഴ്സ് വരികയാണെങ്കിൽ കിട്ടില്ല. ഈ വീഡിയോ ആയിട്ട് വരുന്നവരാണെങ്കിൽ കിട്ടും ഓഫേഴ്സ് നടക്കുകയാണെങ്കിൽ. ഓക്കെ. അത്രയുള്ള കാര്യങ്ങൾ. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. 2 വർഷം വരെയാണ് വാറണ്ടി. പോരാതെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റ്, അത് ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് കിട്ടും. എവിടെ നിങ്ങളെ വണ്ടി പെട്ടുപോയാലും ഇവർ നിങ്ങളുടെ സഹായത്തിന് എത്തുന്നതാണ്. ഇന്ത്യയിൽ എവിടെ വെച്ച് പെട്ടാലും ഏത് ഷോറൂമിൽ വെച്ച് നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് എടുക്കാം മഹീന്ദ്രയുടെ. ഇപ്പോൾ ഇംഗ്ലീഷ് ഇവിടുന്നല്ല, ചെന്നൈ ആണെങ്കിൽ ഹൈദരാബാദ് എവിടെ വെച്ചാലും സർവീസ് ചെയ്യാൻ പറ്റും. സർവീസ് എവിടെ വെച്ചാൽ ചെയ്യാം. കേരളത്തിൽ തന്നെ വരേണ്ടത് ആവശ്യമില്ല. അത്രയും പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടികൾ എടുക്കാം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വാട്സപ്പിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളതിൽ ജോയിൻ ആവാൻ ശ്രമിക്കുക. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം ഒരു 7 സീറ്റർ തുടങ്ങാം. റിനോ ട്രൈബറാണ്, KL 14 രജിസ്ട്രേഷൻ. ഇത് ഇങ്ങനത്തെ കളറിൽ തന്നെ ഒരുപാട് വണ്ടി ഇവിടുന്ന് വിറ്റിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇതല്ലല്ലോ, മുന്നേ കാണിച്ച വണ്ടിയല്ലല്ലോ? അല്ല, പുതിയ വണ്ടിയാണ്, പുതിയ സ്റ്റോക്കാണ്. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ? നമുക്ക് 2019 മോഡൽ RXT ആണ് വേരിയന്റ് വരുന്നത്. RXT. ഓക്കെ. സിംഗിൾ ഓൺഷിപ്പ് ആണ് വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് 16,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 16,000 മാത്രം ഓടിയ വാഹനമാണ് 2019 മോഡൽ RXT എന്ന് പറഞ്ഞാൽ സെഡിന്റെ തൊട്ട് താഴെ ഓപ്ഷനാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിൽ ടോപ്പിൽ അലോയ്സ് വരുന്നുണ്ടോ? അലോയ്സ് വരുന്നില്ല, ഫൈബറിലില്ലല്ലോ? വരുന്നില്ല, കപ്പനായിട്ട് തന്നെയാണ് വരുന്നത്. കപ്പനാണ്. ഓക്കെ. ബാക്കി വേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഹെഡ് ലാമ്പ് വരെ പ്രൊജക്റ്റഡ് ആണ്. ലാംപ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. എല്ലാം ഉണ്ട് അല്ലേ? 2 വർഷം വാറണ്ടി. 2 വർഷം വാറണ്ടി. RSA എല്ലാ കാര്യങ്ങളും. 2019 11 മാസം രജിസ്ട്രേഷൻ വരുന്നത്. ഓൾമോസ്റ്റ് 20ലേക്ക്. അതെ. 1 ലിറ്റർ എഞ്ചിനാണ് വരിക. ഒരു പെട്രോളിൽ ഒരു 15-16 റേഞ്ച് മൈലേജ് ആവറേജ് കിട്ടുന്ന ഒരു വാഹനമാണ് കേട്ടോ 7 സീറ്ററിൽ. ഓക്കെ. നമ്മളിപ്പോൾ എത്രയാണ് ഇവിടെ ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ ആസ്കിങ് വരുന്നത് 5,95,000 ആണ്. 5,95,000. 2019 RXT ഡ്രൈവറാണ്. ഓക്കെ. 5 lakhs ലോൺ കയറും? 5 lakhs സുഖം ലോൺ. 5 lakhsന് മേലെ കയറും. അത്യാവശ്യം പ്രൊഫൈൽ കസ്റ്റമറാണ്, മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ 2 ഇയർ വാറണ്ടി ലഭിക്കുന്നുണ്ട്. ഒരു 7 സീറ്റർ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. റിനോ കിഡ് വന്നു. ഇതൊരു 800cc വാഹനമാണ്. 800 അല്ല, നമുക്ക് 1000. സോറി, ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നത്. KL 38 രജിസ്ട്രേഷൻ, 1000cc. 2017 മോഡൽ സിംഗിൾ ഓൺഷിപ്പ്. 45,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 45,000 നീറ്റ്. നോർമൽ ഓട്ടത്തിൽ കുറവാണ്. 5 വർഷം കൊണ്ട് കുറവാണ്. 5-6 വർഷമായി. 6 വർഷത്തോളമായി. പിന്നെ ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ RX ആണ് വരുന്നത്. മിഡിലാണ്. ഓക്കെ, മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. 45,000 2017 മോഡൽ. ഓക്കെ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല, നീറ്റ് വണ്ടി. 4 ടയേഴ്സ് കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് ഉണ്ട്. കാരണം കസ്റ്റമേഴ്സ് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പോളിഷ് കാര്യങ്ങൾ ചെയ്ത് സർവീസ് ഒക്കെ ഇതായിട്ട് അഡീഷണൽ ചെയ്തിട്ടുണ്ടോ? അഡീഷണൽ സ്ക്രീന് കാര്യങ്ങളില്ല. ഇതെല്ലാം കമ്പനി തന്നെയാണ് വരുന്നത്. കമ്പനി ഇൻബിൽറ്റ് സാധനം തന്നെയാണ്. 1000cc ആണെങ്കിൽ കൂടെ 19-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. വലിയ കാര്യങ്ങൾ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. വലിയ അത്യാവശ്യം ഉണ്ടാവും. 800cc ചെറിയൊരു വലിയ കുറവുണ്ടെങ്കിൽ ഇതത് മേക്കപ്പ് ചെയ്യും. അത്രേ ഉള്ളൂ. പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? നമുക്ക് നെറ്റ് 2,95 ചെയ്ത് കൊടുക്കാം.
2,95,000-ന് 2017 1000 cc RXL ക്വിഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 45,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വിത്ത് വാറണ്ടി, 2 ഇയർ വാറണ്ടി അല്ലേ? RSA എല്ലാം ലഭിക്കുന്നുണ്ട്. ലോണ് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു കസ്റ്റമർ 2.5 കിട്ടോ നമുക്ക് ഫുൾ ലോൺ മാക്സിമം ഒരു 20-30 റേഞ്ചിലൊക്കെ ഇറക്കി കൊടുക്കാം. അങ്ങനെ 30,000 ഒക്കെ കണ്ടാൽ ഇറക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് നല്ലൊരു ചുമപ്പ് ടിയാഗോ. ഓക്കെ. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ. കണ്ണൂർ രജിസ്ട്രേഷൻ. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2022 മോഡൽ XL പ്ലസ് ടോപ്പ് എൻഡ് മോഡൽ. ടോപ്പ് എൻഡ് മാനുവൽ 22 ഓക്കെ. ഏറ്റവും ടോപ്പ് എൻഡ്. വാറണ്ടി കഴിഞ്ഞോ? വാറണ്ടി 29 മാസമാണ്. അപ്പം കഴിയാൻ സാധ്യതയില്ല. അല്ലെ 9 മാസം വരെ ഉണ്ടാവും. ഈ വർഷം 9 മാസം വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. ഓക്കെ. ഓട്ടം എത്രയാ? ഓട്ടം 28,000 കിലോമീറ്റേഴ്സ്. 28,000 അല്ലേ? 28,000. ഓക്കെ. ഈ ന്യൂ ഷേപ്പിലേക്ക് വന്നപ്പോൾ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ന്യൂ ഷേപ്പിൽ വന്നു 5 സ്റ്റാറിലേ വന്നിട്ട് ആദ്യം 4 സ്റ്റാറായി വന്നത് 5 സ്റ്റാറിലേ എത്തിയിട്ടുണ്ട്. സേഫ്റ്റി കൊണ്ട് നല്ല സേഫ്റ്റിയിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ചെറിയ ബഡ്ജറ്റുള്ള ഒരു വാഹനമാണ്. കണ്ണും മുട്ടി എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് അല്ലേ? സേഫ്റ്റി ഒരു വൻ പ്രിഫറൻസ് തന്നെയാണ്. സേഫ്റ്റി കാരണം നമ്മൾ മൈലേജ് മാത്രം നോക്കുകയാണെങ്കിൽ അല്ല ഇത് മൈലേജ് ഉണ്ട്. ഇത് 16 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. 17 ആള് മൈലേജ് നോക്കുമ്പോൾ 25 മൈലേജ്. ഇപ്പം പുതിയ വണ്ടികൾ 30 മൈലേജ് എന്നാണ് പറയുന്നത്. 30 മൈലേജ് പറയുമ്പോൾ കുറച്ചുകൂടി സേഫ്റ്റി കൺസേൺ കൂടി നോക്കിയാൽ എടുക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ. മൈലേജ് മാത്രം നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ വണ്ടികൾ എടുക്കാം. അങ്ങനത്തെ എടുക്കാം. അപ്പോൾ എങ്ങനെയാ ബാക്കി പ്രൈസിങ്? 22 സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് 28,000 കിലോമീറ്റർ വണ്ടി ഓടിയത്. 28,000 ഓടി. നമ്മൾ ആസ്കിങ് വരുന്നത് 6,35,000 ആണ്. 6,35,000 ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. XL പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. നിങ്ങളൊന്നും അഡീഷണൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാവും. എല്ലാം വരുന്ന വാഹനമാണ്. നോർമൽ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി വാറണ്ടിയിൽ നിൽക്കുകയാണ്. ഓക്കെ. നമുക്കൊരു 6 lakh ലോൺ കിട്ടും. നമുക്ക് മാക്സിമം നോക്കാം. 5.25 വരെ കയറും. 5.25 വരെ സുഖമായിട്ട് കയറും. പിന്നെ പ്രൊഫൈലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഓക്കെ. അത്യാവശ്യം കുറച്ചും നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണെങ്കിൽ കുറച്ചുകൂടി മാക്സിമം കയറും. അടുത്തൊരു 50 രൂപ റേഞ്ചിൽ ഇറക്കാൻ പറ്റും. മറ്റൊരു 5 സ്റ്റാർ റേറ്റിംഗ് കൂടെ വന്നു. ടാറ്റ പഞ്ചാണ്. ഇതും KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടി. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2021 ക്രിയേറ്റീവ് ടോപ്പ് എൻഡ് മോഡൽ. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. AMT ആണ് വരിക. ഓട്ടോമാറ്റിക്. ഓക്കെ. സിംഗിൾ ഓൺഷിപ്പിലാണ് വണ്ടി നിലവിലുള്ളത്. സിംഗിൾ ഓൺഷിപ്പ്. ഓട്ടോ എത്രയാ? 44,000 കിലോമീറ്റേഴ്സ്. 44,000. MT എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുവൽ പോലെ തന്നെ അത്യാവശ്യം മൈലേജ് കിട്ടും. അതേപോലെ തന്നെ ഏകദേശം കിട്ടാൻ ചാൻസ് ഉണ്ട്. മൈലേജ് എന്തായാലും ഒരു 15 റേഞ്ച് ആവറേജ് കിട്ടുമായിരിക്കും. 5 റേഞ്ചിൽ ആവറേജ് ലോങ്ങിലൊക്കെ ആയിരുന്നു 5 റേഞ്ചിൽ മൈലേജ് കിട്ടും. ഓക്കെ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം നമുക്ക് ചെറിയ ഡോർ മാറിയിട്ടുണ്ട്. ഇൻഷൂർ ക്ലെയിം ചെയ്ത് മാറിയതാണ്. ഏത് ഡോറാ? ലെഫ്റ്റ് സൈഡ് ബാക്കാ? ഫ്രണ്ട് അല്ല. ഗ്ലാസ് കാര്യങ്ങൾ മാറിയിട്ടില്ല. ഡോർ മാത്രം. ഡോർ അത് ഇൻഷുറൻസിൽ ബമ്പർ ഉള്ളപ്പോൾ മാറിയതായിരിക്കും എന്തായാലും. ഓക്കെ. വേറെ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. വേറെ ഒന്നുമില്ല അല്ലേ? ഓക്കെ. നമ്മളെ 2 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ വണ്ടിക്ക് അവൈലബിൾ ഉണ്ടാവും. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. ടോപ്പ് എൻഡ്. എത്ര കൊടുക്കാം? നമ്മൾക്ക് ഇത് നെറ്റ് 790 കൊടുക്കാം. 7,90,000. 2021 ഓട്ടോമാറ്റിക് ക്രിയേറ്റീവ് ഏറ്റവും ടോപ്പ് എൻഡ് ടാറ്റ പഞ്ചാണ്. താല്പര്യം കോൺടാക്ട് ചെയ്യാം. നല്ലൊരു അടിപൊളി കോമ്പാക്ട് SUV വാഹനം. ഓക്കെ. അപ്പോൾ ലോൺ ഒരു 7 lakhs കയറും. 7 lakhs ചെയ്യാൻ പറ്റും. ഈ പറയുന്ന വിലയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിലകളല്ലേ? ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് നെറ്റാണ് ഈ വണ്ടിയിൽ. നമുക്ക് അന്ന് ചോദിച്ച വില നമുക്കൊരു 8.30 ചോദിച്ചത്. നമ്മൾ ഇയർ എൻഡിങ് ഓഫർ ആയിട്ട് ഇട്ട റേറ്റ് ആണ് 790 നെറ്റിലേക്ക്. അല്ല ബാക്കി വണ്ടി പറഞ്ഞ വണ്ടിയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആസ്കിങ് ആണ് എല്ലാം പറഞ്ഞത്. ഇത് മാത്രം നെറ്റായിട്ട് പറഞ്ഞുള്ളൂ. ഓക്കെ. നമ്മുടെ വീഡിയോ കണ്ടു വരാന്ന് പറഞ്ഞ ഒരു കുറച്ച് കൊടുക്കാം. ഓക്കെ അല്ല? ചെയ്തു. സാൻഡ്രോ ആണ്. KL 18 കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ ആണ്. ന്യൂ ഷേപ്പ് സാൻഡ്രോ 2022 മോഡൽ വണ്ടി. ഓക്കെ. 2022 മോഡൽ. ആകെ 11,000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ. ശരി. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. ആസ്റ്റ അതിന്റെ മുകളിൽ വരുന്ന ഓപ്ഷനാണ്. അതിന്റെ തൊട്ടതായി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. നമുക്ക് സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ വരും. ഓട്ടോമാറ്റിക് ടൈം കൺട്രോൾ, ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോവീൽസ് വരുന്നില്ല എന്നുള്ളൂ. വരില്ല. നല്ല അടിപൊളി ടയർസ് ആണ്. 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നോർമലായിട്ട് ഓടിയതാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി ടയർ നീറ്റായിട്ട് ഓടിയതാണ്. ഓക്കെ. 2022 ഓക്കെ. കമ്പനി വാറണ്ടി കഴിഞ്ഞു. നിങ്ങളുടെ വാറണ്ടി 2 ഇയർ വാറണ്ടി ഉണ്ടാവും. ഓക്കെ. അത്രേ ഉള്ളൂ. നിലവിൽ കഴിഞ്ഞു 9 മാസമാണ് അല്ലേ? 2022 9 മാസം. അപ്പോൾ 24 9 മാസം വരെ കമ്പനി വാറണ്ടി തന്നെ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 2 വർഷം കൊടുക്കൂല. 2 വർഷം. ചിലപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതും അവർക്ക് കസ്റ്റമേഴ്സിന് കിട്ടും. നമ്മൾ 2 ഇയർ വാറണ്ടി എന്തായാലും ഉണ്ടാവും അവർക്ക്. ഓക്കെ. 1.1 ലിറ്റർ അല്ലേ? 1.1 ലിറ്റർ ആണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം മൈലേജ് 16 റേഞ്ച് ഒക്കെ. ന്യൂ ഷേപ്പിന് കുറച്ചുകൂടെ മൈലേജ് വരുന്നുണ്ട്. ഓക്കെ. അത്യാവശ്യം ലുക്കും അത്യാവശ്യം മൈലേജ് ഉള്ള അടിപൊളി ഒരു വാഹനമാണ് ഹ്യുണ്ടായിയുടെ എടുക്കാൻ പറ്റിയ. എത്ര കൊടുക്കാം?
നമുക്കിത് 5,30,000 ചോദിക്കുന്നത്. 5,30,000 2022 സ്പോർട്സ് 11,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് സാൻഡ്രോ സ്വന്തമാക്കാം. നമുക്കൊരു 4.25 ലോൺ വരുമോ? 4.25 സുഖം ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാക്സിമം കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ബജാജിൽ പ്രീ അപ്രൂവ്ഡ് ലോണൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ഇപ്പോൾ 7 lakh പ്രീ അപ്രൂവ്ഡ് അവർക്ക് ഫുൾ ലോൺ വരെ കിട്ടും. അത് ശരി. ഓക്കെ. അങ്ങനെ അത്യാവശ്യം പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ ലോൺ എടുക്കാൻ നിർബന്ധിക്കല്ല, കിട്ടുന്നു പറയാണ്. കിട്ടുന്ന എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോക്കിയിട്ട് എടുത്താൽ. കാരണം ക്യാഷ് റെഡി ക്യാഷിൻ്റെ എടുക്കുന്ന കുഴപ്പമില്ല. റെഡി ക്യാഷ് ആണ് ഇവർക്ക് സൗകര്യം, നമുക്കും സൗകര്യം പറയാണ്. ലോൺ ആവശ്യക്കാർക്ക് എടുക്കാം. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ടാറ്റ ടിയാഗോ ന്യൂ ഷേപ്പാണ്. KL16 രജിസ്ട്രേഷൻ, ആറ്റിങ്ങൽ വണ്ടിയാണ്. തിരുവനന്തപുരം. പറഞ്ഞോളൂ. തിരുവനന്തപുരം. നമുക്ക് 2020 സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടി. 20 മോഡലാണ്. 20 മോഡൽ. ആകെ 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 3 വർഷം. നോർമൽ ഔട്ടാണ്. ഓക്കെ. ടോപ്പ് എൻഡ് XT ആണ്. ഓക്കെ. XT ആണ്. ഫുള്ളിന്റെ താഴേക്ക് മിഡിലായിട്ട് വരുന്ന ഓപ്ഷൻ. ബേസിക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരും. ഡിഫോഗർ ഉണ്ടാവില്ല, വൈപ്പർ ഉണ്ടാവില്ല, അലോയ്സ് ഉണ്ടാവില്ല, അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ. പിന്നെ സ്കിറ്റ് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലേ? നീറ്റ് വണ്ടിയാണ്. വൈറ്റ് കളറിൽ തന്നെ അത്യാവശ്യം നീറ്റായിട്ട് നിൽക്കും. ഓക്കെ. ഇവരുടെ 2 വർഷം വാറണ്ടി, RSA എല്ലാ ലെവലിലും 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു അടിപൊളി വാഹനമാണ്. എത്ര കൊടുക്കാം? നമുക്കിത് 4,90,000 ചോദ്യം. 4,90,000. 2020 XT ടിയാഗോ ആണ്. 4,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 30,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. ഒരു 4.25 ലോൺ കയറും. 4.25 സുഖം ചെയ്ത് കൊടുക്കാം. മാക്സിമം കിട്ടും. 4.5 വരെ മാക്സിമം പ്രൊഫൈൽ മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു 15-17 റേഞ്ച് മൈലേജും കിട്ടുന്ന ഒരു സെഗ്മെന്റാണ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് ഹോണ്ടയുടെ ബ്രിയോ ആണ്. ഒരു ചെറിയ ഹാച്ച് ബാഗ് വാഹനമാണ്. KL58 തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്. കണ്ണൂർ ജില്ല. പറഞ്ഞോളൂ, എങ്ങനെയാണ് ഡീറ്റെയിൽ? 2016 സിംഗിൾ ഓൺഷിപ്പ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ഇതിലേതാ വരിക? CVT തന്നെ. ഓക്കെ. ഒരു ചെറിയ സെഗ്മെന്റ് വണ്ടിയിൽ CVT ഇറങ്ങിയ വണ്ടി ഇത് മാത്രമാണ്. ഓക്കെ. അപ്പോൾ സ്മൂത്ത് ഡ്രൈവ് ആയിരിക്കും. പുറകോട്ട് പോകുന്ന പ്രശ്നങ്ങളോ കേരളത്തിന് പുറകോട്ട് ഇറങ്ങി പോവുക അങ്ങനത്തെ ഒരു പ്രശ്നം പേടിക്കേണ്ട. പിന്നെ സിറ്റി ഡ്രൈവിൽ നമുക്ക് പറ്റിയൊരു വണ്ടിയാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും ഒതുക്കിയ വണ്ടിയാണ്. അമേസിന്റെ കോമ്പാക്ട് സെഡാന്റെ നേരെ പാതിയല്ല, പുറകെ കട്ട് ചെയ്ത് ഡിക്കി എടുത്ത് മാറ്റി കട്ടിയത് നേരെയാക്കിയ വണ്ടിയാണ് ബ്രിയോ. നല്ല അടിപൊളി വാഹനമാണ്. ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യമായിട്ട് മെയിൻ്റെനൻസ് കോസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി നിങ്ങൾ എത്ര വാറണ്ടി കൊടുക്കേണ്ടത്? നമുക്ക് 1 year ആണ് കൊടുക്കുന്നത്. 1 year എഞ്ചിന് ഗിയർ ബോക്സ് ഇയർ വൈസ് ആണ്. ഓക്കെ. ഇയർ വൈസ് വരുമ്പോൾ 1 year ആയിട്ടുണ്ട്. ഓക്കെ. RS എന്തായാലും ഉണ്ടാവും. എല്ലാ വണ്ടികൾക്കും RS കൊടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്ന എല്ലാത്തിനും പോളിഷ് ഉണ്ട്. നമ്മൾ എടുത്തെടുത്ത് പറയുന്നില്ല. എല്ലാ വണ്ടിയും പോളിഷ് ഉണ്ടാവും. പിന്നെ ചെക്കപ്പിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്താലും കൊടുക്കാം. നോക്കിയിട്ട് ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കത്തുള്ളൂ. എന്തൊരു എഫക്റ്റ് ഉണ്ടെങ്കിലും ഒക്കെ കൊടുക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞോളൂ. 16 ഏതാ ഓപ്ഷൻ വരുന്നത്? 16 VX ഏറ്റവും ടോപ്പാണ്. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. എയർ ബാഗ് വരുന്നില്ല? എയർ ബാഗ് വരുന്നുണ്ട്. ഡ്യുവലാണോ? ഡ്യുവലാണ്. ഡ്യുവൽ എയർ ബാഗ് ഉണ്ട്. ഡ്യുവൽ എയർ ബാഗ് ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. അലോയ്സ് വരുന്നുണ്ട്. ഒരു അടിപൊളി ഹാച്ച് ബാഗ്. ഓക്കെ. എത്ര കൊടുക്കാം? നമുക്കിത് ആസ്കിങ് വരുന്നത് 5,40,000 ആണ്. 5,40,000. 2016 ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന ബ്രിയോ ആണ്. ഓട്ടോ എത്രയാ പറഞ്ഞത്? ഓട്ടം 37,000 കിലോമീറ്റേഴ്സ് ആണ്. സിംഗിൾ ഓൺഷിപ്പ്. വളരെ ലോ കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഒന്നും പേടിക്കണ്ട. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉണ്ട്. എല്ലാം നീറ്റ് വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ്. നേരായിട്ട് നോക്കാം. മൈലേജ് എനിക്ക് തോന്നുന്നു ഒരു 13-14 റേഞ്ച് കണ്ടാൽ മതി. മൈലേജ് ഉണ്ടാവുള്ളൂ. CVT ആയതുകൊണ്ട് അത്രേ കിട്ടത്തുള്ളൂ മാക്സിമം. കാരണം അത്യാവശ്യം ഒരു ഫണ്ണായിട്ട് ഓടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം. മൈലേജ് കുറച്ച് കുറവായിരിക്കും. അടുത്ത വണ്ടിയിലേക്ക് അടുത്തൊരു കിഡിലൻ SUV ആണ്. റിനോ ക്യാപ്ചർ ആണ്. KL8 തൃശ്ശൂർ രജിസ്ട്രേഷനുള്ള വാഹനമാണ്. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? നമുക്ക് 2018 മോഡൽ വണ്ടിയാണ്. 18 മോഡൽ ഡീസൽ വെരി ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എത്ര? 28,000 കിലോമീറ്റേഴ്സ്. വളരെ കുറവ്. ഏവറേജ് ഒരു 17-18 റേഞ്ചിൽ നമുക്ക് മൈലേജ് കാര്യങ്ങളുണ്ടാവും. ലോങ്ങിൽ 20 റേഞ്ച് കിട്ടാൻ ചാൻസ് കിട്ടില്ല. പക്ഷെ എന്നിട്ട് ഓട്ടം വളരെ കുറവാണ്. ഓക്കെ. കാരണം നമ്മളെ ഇവിടെ ഒരു കസ്റ്റമർ തന്നെ തന്നിട്ട് പോയതാണ്. അവർ എക്സ്ചേഞ്ച് എടുത്ത് പോയതാണ്. നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ച എക്സ്ക്രോസ് ഇട്ട്. അപ്പോൾ ഈ എക്സ്ചേഞ്ച് എടുക്കുമ്പോൾ നിങ്ങൾ ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ എക്സ്ചേഞ്ച് എടുക്കുമ്പോൾ എന്താ വെച്ചാൽ ആ വണ്ടി നമ്മൾ ചെക്ക് ചെയ്യും. കാരണം നമുക്ക് ആ വാറണ്ടി കൊടുക്കാൻ പറ്റുമോ നോക്കിയിട്ട് നമ്മൾ എടുക്കുള്ളൂ. ഓക്കെ. പറ്റുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കൊടുത്ത് ഒഴിവാക്കുള്ളൂ. നമ്മളിവിടെ വെക്കൂല.
എക്സ്ചേഞ്ച് എടുക്കുന്ന വണ്ടികൾ. അല്ല പാർട്ടിയുടെ അടുത്ത് എക്സ്ചേഞ്ച് വാങ്ങുമല്ലോ, പാർട്ടിൻ്റെ അടുത്ത് എക്സ്ചേഞ്ച് എടുക്കും. എക്സ്ചേഞ്ച് എടുക്കുമല്ലോ. ചില ആൾക്ക് ഡൗട്ട് ഉണ്ടാവും പഴയ കാർ മാറ്റി എടുക്കാൻ പറ്റുമോ എന്നുള്ള. നമുക്ക് എക്സ്ചേഞ്ച് നമുക്ക് ഏത് വണ്ടി എടുക്കും. നമുക്ക് ഇവിടെ വാറണ്ടി വെച്ച് കൊടുക്കാൻ പറ്റുന്ന വണ്ടികൾ നമ്മൾ ഇവിടെ സെല് ചെയ്യും. ഇവിടെ സെല് ചെയ്യും. മറ്റേ പുറത്ത് തന്നെ കൊടുക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്? ഇതെത്ര ഓട്ടോ? ബാക്കി ടയേഴ്സ് കാര്യം ഫ്രണ്ടിൽ പുതിയാണ്, ചെറുങ്ങനെ ഓടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് ഫീച്ചേഴ്സ് വരുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ഫോർഡോ, പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. റിയർ വൈപ്പർ വരെ വരുന്നുണ്ട്. എല്ലാം പോരെ പ്രൊജക്ടറാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഡീസൽ SUV നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. അന്ന് ഇറങ്ങുമ്പോൾ അറൗണ്ട് 12 ലക്ഷം രൂപ വണ്ടിക്ക് വില വരുന്നുണ്ട്. പുതിയ വണ്ടി 18. അപ്പം നമുക്ക് ഇവിടെ ചോദിക്കുന്ന വില പറഞ്ഞത് 7,60,000 ആണ്. 7,60,000 2018 ഡീസൽ ക്യാപ്ചറാണ്. പെട്ടെന്ന് പോയി. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ്. ഹിസ്റ്ററി പ്രോപ്പർ ഉണ്ടോ? പ്രോപ്പർ ഹിസ്റ്ററിയിലാണ്. ഇവിടെ റാവിസ് പറഞ്ഞ ഓടില്ല, അവിടുത്തെ മാനേജർ ആരും യൂസ് ചെയ്ത വണ്ടിയാണ്. നമ്മളൊരു എസ്ക്രോസ് ആയിട്ട് എക്സ്ചേഞ്ച് എടുത്ത് പോയതാണ്. അത് ശരി. എസ്ക്രോസ് ഡീസൽ നമ്മളിവിടെ യൂട്യൂബിൽ വീഡിയോ കാണിച്ച എസ്ക്രോസ് ആ വീഡിയോ കണ്ടു വന്ന് അങ്ങനെ എടുത്ത് പോയത്. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. ഇതൊരു 90% ലോണ് സുഖമായി ചെയ്ത് കൊടുക്കാം. കയറുള്ള. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഐട്ടൺ ഗ്രാൻഡ് ആണ്, KL13 കണ്ണൂർ വണ്ടിയാണ്. കൂടുതൽ കണ്ണൂരാണല്ലോ കാണുന്നത്. കണ്ണൂരാണ് വരുന്നത്. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. നമുക്ക് 2016 മോഡൽ സ്പോർട്സ് സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. ഓക്കെ, സ്പോർട്സ് എന്ന് പറയുമ്പോൾ അലോയ്സ് ഉണ്ടാവില്ല, തന്നെ വൈപ്പർ ഉണ്ടാവില്ല, പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരും. ഓക്കെ, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരും, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, എത്ര ഓട്ടം? 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 40,000 5 വർഷം കൊണ്ട്. 5 വർഷം നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, നീറ്റ് വണ്ടി ഒന്നുമില്ല. അത്യാവശ്യം പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനമാണ്. മൈലേജ് ഒരു 13-16 റേഞ്ച് വരെ മൈലേജ് ലോങ്ങിൽ 16 റേഞ്ചിൽ വരെ കിട്ടും, മാക്സിമം കിട്ടും. ഓക്കെ, എത്രയാണ് ഇപ്പോൾ നിങ്ങളുടെ? നമുക്ക് നെറ്റ് 4.10 ചെയ്ത് കൊടുക്കാം. 4.10 4,10,000 നെറ്റ് റേറ്റ് വിത്ത് 1 ഇയർ വാറണ്ടി, 1 ഇയർ RS, പോളിഷ് എല്ലാം ചെയ്ത് കൊടുക്കാം. ഓക്കെ, 4,10,000 നോർമൽ കിലോമീറ്റർ ഓടിയ ഒരു ഐട്ടൺ ഗ്രാൻഡ് ആണ്. 2016 മോഡൽ സ്പോർട്സ് ഓപ്ഷൻ. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ അല്ല, സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഒരു 350 ലോൺ വരുമോ? സുഖമായി ചെയ്ത് കൊടുക്കാം. നോക്കാം. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഇയോൺ ആണ്. KL32 രജിസ്ട്രേഷൻ, ചേർത്തല രജിസ്ട്രേഷൻ വാഹനമാണ്. 800 cc ആണ് വരിക. പറഞ്ഞോളൂ എങ്ങനെയാണ് കാര്യങ്ങൾ. 2018 ഇറ പ്ലസ് ആണ്. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ടോ? സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് 2 പെരുള്ളിയിൽ അത് 2 ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഓട്ടം എത്രയാ? ഓട്ടം 35,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 35,000 കുറഞ്ഞ ഓട്ടമാണ്. 5 വർഷം കൊണ്ടാണ് കുറഞ്ഞ ഓട്ടം. നോർമൽ ഓട്ടം. ക്ലെയിം ഒന്നുമില്ലല്ലോ. ക്ലീൻ വണ്ടിയാണ്. 800 cc ആയതുകൊണ്ട് തന്നെ ഒരു 17-18 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ് ഇയോൺ എന്ന് പറയുന്നത്. ഓക്കെ, 2 വർഷം വാറണ്ടി ഉണ്ട്. 2 വർഷം വാറണ്ടി കൊടുക്കും. RS എല്ലാം ചെയ്ത് കൊടുക്കും. നല്ലൊരു നീറ്റ് വണ്ടിയാണ്. കണ്ടാൽ നീറ്റ് വണ്ടി തന്നെയാണ്. ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നീറ്റ് വണ്ടി. എത്രയാണ് പാസ് ചെയ്യുന്നത്? നമ്മൾ 2,65,000 ചോദിക്കുന്നത്. 2,65,000 രൂപ. 2018 35,000 കിലോമീറ്റർ മാത്രം ഓടിയ ഇറ പ്ലസ് ആണ്. ഓക്കെ, പിന്നെ എത്ര ലോൺ കയറും? നമുക്ക് മാക്സിമം ചെയ്യാം. ഒരു 2,30-40 സുഖമായിട്ട് കയറും. പിന്നെ അത്യാവശ്യം പ്രൊഫൈൽ അസുഖമാണ്, മാക്സിമം കയറും. അപ്പോൾ 10,000-20,000-30,000 കണ്ടാൽ ഇറക്കാം അല്ലേ? ഇറക്കാം. ഓക്കെ, അപ്പോൾ ഇതുകൊടുത്ത് ഊട്ടി വഴി ഒന്ന് മസനഗുഡി വഴി ഒന്ന് ഊട്ടിക്ക് വിടാം. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. ഇനി 2 സ്റ്റോക്ക് വരാണ്ട് നമുക്കത് സർവീസിന് പോയതാണ്. നമുക്ക് 2017 മോഡൽ വെർണ പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി SS+. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ്. നമ്മളത് ആസ്കിങ് വരുന്നത് 870 ആണ്. ഓക്കെ, പിന്നെ വേറെ പിന്നെ ഒരു യാരിസ് ഉണ്ട്. യാരിസ് 19 മോഡൽ വണ്ടിയാണ്. 19 തന്നെ ഏറ്റവും ടോപ്പിന് മിഡിൽ ഓപ്ഷൻ ആണ്. 58,000 കിലോമീറ്റർ വണ്ടി ഓടിയത്. പെട്രോൾ മാനുവൽ വണ്ടിയാണ്. നമ്മളത് 6,90,000 ചോദിക്കുന്നത്. 6,90,000. ഓക്കെ, 2 വണ്ടി, ഒരു ഗ്രേയും ഒരു വൈറ്റും ആണ്. അപ്പോൾ അങ്ങനെ ഒരു സെഡാൻ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം. അത് പുറത്ത് പോളിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിപ്പിക്കുകയാണ്. അപ്പോൾ വന്നാൽ നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ എന്തെങ്കിലും സ്കീം വരികയാണെങ്കിൽ അത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ആഡ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. എന്തെങ്കിലും ഒരു സ്കീം വരാതിരിക്കത്തില്ല, ഞാൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതിൻ്റെ കമൻറ്റും കൂടെ ഒന്ന് രേഖപ്പെടുത്തണം, മറന്നു വരുത്. അടുത്തൊരു വീഡിയോ കാണാം. അഭിനവേ, താങ്ക് യു, ബൈ.